അപ്പം നമ്മളിന്ന് തീക്കുട്ടിച്ചാത്തൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഴിക്കോടുള്ള വാഴവളപ്പിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. നമ്മളിവിടെ എത്തുമ്പം ഏകദേശം സമയം രാത്രി ഒരു 10-11 മണിയായി കാണും. പിറ്റേ ദിവസം പുലർച്ചെ 4:30-ക്കാണ് തീക്കുട്ടിച്ചാത്തൻ അരങ്ങേറുക. ഞാൻ ഒരുപാട് വർഷമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തീക്കുട്ടിച്ചാത്തൻ ഒന്ന് കാണണം, അതിൻ്റെ വിഷ്വൽസ് ഒന്ന് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഈ വർഷമാണ് കേട്ടോ അത് നടന്നത്. ഒരുപാട് സമയം വേണ്ട ഒരു കാര്യമാണ് ഈ തീക്കുട്ടിച്ചാത്തൻ്റെ കോലം ധരിക്കുക എന്നുള്ളത് കേട്ടോ. ഉണ്ണി എന്നൊരു കലാകാരനാണ് ഇവിടെ നിന്ന് തീക്കുട്ടിച്ചാത്തൻ അരങ്ങേറുന്നത്. അപ്പോൾ ആ ഒരു സമയത്തും ഇവിടെ നമുക്ക് നിരവധി വെള്ളാട്ടുകളും തിറകളൊക്കെ കാണാൻ പറ്റി. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ തീക്കുട്ടിച്ചാത്തൻ കാണാൻ വേണ്ടി മാത്രം കേരളത്തിലും പുറത്തുമുള്ള ആളുകൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ് കേട്ടോ. ഏകദേശം ഒരു 4 മണി കഴിഞ്ഞതോടുകൂടി നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന് ആ തീക്കുട്ടിച്ചാത്തൻ തിറ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വിഷ്വൽസിൽ കാണുന്ന പോലെ തന്നെ നല്ല രീതിക്കുള്ള ചൂടായിരുന്നു ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കോലം കെട്ടിയ ആളുടെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് നമ്മൾ തീക്കുട്ടിച്ചാത്തൻ്റെ വിഷ്വൽ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. അരമണിക്കൂറോളം നീണ്ടു നിന്ന തിറ ഏകദേശം ഒരു 4:30-4:45 ആയപ്പോൾ തന്നെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എടുത്ത വിഷ്വൽസൊക്കെ നമ്മൾ റീലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ആളുകൾ അതിലൊന്ന് കയറി കാണുക.